ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. മൈ നെയിം ഈസ് ശരത് ടെക് എഡ്ജിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്ന CMF എന്നൊരു കമ്പനി, നത്തിങ്ങിന്റെ സബ് ബ്രാൻഡ് ആയിട്ടുള്ള CMF എന്ന കമ്പനി കുറച്ച് ഹെഡ്സെറ്റുകൾ ഇറക്കുക. അവരൊരു ഫോൺ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പം അതിനെക്കുറിച്ചാണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് വന്നിട്ടുണ്ട് സ്പെക്സുകൾ. പക്ഷെ 8-ാം തീയതിയാണ് ഇറങ്ങാൻ പോകുന്നത്. പക്ഷേ ക്യാമറ സ്പെക്സ് ഒന്നും വന്നിട്ടില്ല. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കുറച്ച് സ്പെക്സ് വന്നിട്ടുണ്ട്, നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നോക്കാം. ഫസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ സൂപ്പർ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. അതെന്തായാലും നല്ലൊരു കാര്യമാണ്. എന്തായാലും 20,000 താഴെ ആയിരിക്കും ഫോൺ വരാൻ പോകുന്നത്. ഇപ്പോഴത്തെ ന്യൂ ഫോണുകളിൽ ആദ്യമായിട്ട് ബാക്ക് ഊരാൻ പറ്റുന്ന രീതിയിലുള്ള ഫോണാണ് വരുന്നത്. അതിന് സ്ക്രൂ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ തരുന്നുണ്ട്. കാരണം ആ ഒരു സ്ക്രൂ നമുക്ക് അതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. കാരണം ആ ഒരു സിം ഇജക്റ്റിംഗ് ടൂളിന്റെ ബാക്ക് സൈഡ് ഇതായിരിക്കും. അത് ഓൾറെഡി അവർ ലോഞ്ച് ചെയ്തായിരുന്നു. ആ ഒരു ഇത് കുറെ പേർക്കൊക്കെ റിവ്യൂസിന്റെ കൂടെ ഇത് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പിൻ പോലത്തെ ഒരു സാധനം. എന്നുവെച്ചാൽ സിം ഇജക്റ്റിംഗ് ടൂളിന്റെ ബാക്കിൽ നമുക്ക് ഈ സ്ക്രൂ ആണ് വരുന്നത്. അത് വെച്ച് ബാക്ക് പാനൽ ഊരി നമുക്ക് പല കളേഴ്സിൽ നമുക്ക് ബാക്ക് പാനൽ ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. അതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നു. ബാറ്ററി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കാം വരുന്നത്. അതൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നു. പിന്നെ വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും സൂപ്പർ AMOLED ഉണ്ട്. പക്ഷെ ഏത് റിഫ്രഷിംഗ് റേറ്റ് ആണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരു 120 ആയിരിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ 90 ഹെർട്സ്. ഇതിൽ താഴോട്ട് പോകാൻ സാധ്യത വളരെ കുറവാണ്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാക്ക് സൈഡിൽ ഒരു ഫിസിക്കൽ ബട്ടൺ കാണും. ഒരു റോളിംഗ് ബട്ടൺ അവിടെ ഉണ്ട്. അത് നമുക്ക് ക്യാമറ സൂമിങ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലോട്ട് ആ ഒരു ബട്ടൺ വരുന്നുണ്ട്. ക്യാമറ നമുക്ക് സൂം ചെയ്യാൻ പറ്റുന്ന രീതിയിലും, പിന്നെ ഒരു റേഡിയോ ഫ്രീക്വൻസി നമുക്ക് റേഡിയോ ട്യൂൺ ചെയ്യുന്ന രീതിയിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പല മ്യൂസിക്കിന്റെ വോളിയം കൂട്ടാം. അങ്ങനത്തെ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് വരുന്നുണ്ട്. നമുക്ക് നല്ലതായിട്ട് കാര്യമായിട്ട് തോന്നുന്നു അത്. അതുകൊണ്ട് ഒരു ഫിസിക്കൽ ക്യാമറ ബട്ടൺ അല്ല, സൂമിങ് ബട്ടൺ ആയിട്ട് വരുന്നുണ്ട്. ഒരു സൂമിങ് റോളിംഗ് ബട്ടൺ പോലെ ക്യാമറയിലൊക്കെ ഉള്ളത് പോലത്തെ ഒരു ഫീച്ചർ ഇവിടെ വരുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്പെക്സ് എന്ന് വെച്ചാൽ പിന്നെ മെയിൻ സ്പെക്സ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സർ കൺഫേം ആയിട്ടുണ്ട്. 7300 ആണ്. ഡയമണ്ട്സിറ്റിയുടെ 7300 ആണ്. അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ്. കാരണം ആ ഒരു പ്രോസസ്സർ എനിക്ക് തോന്നുന്നു 7200 അത്യാവശ്യം മിഡ് റേഞ്ച് നല്ലൊരു പ്രോസസ്സർ ആയിരുന്നു. 7300 അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ വരുമെന്ന് വിചാരിച്ചു, പക്ഷെ എന്തായാലും ഡയമണ്ട്സിറ്റി അത്യാവശ്യം നല്ലതാണ് വന്നേക്കുന്നത്. നമുക്ക് ഇത് 20,022 ആ റേഞ്ചിൽ വരത്തുള്ളൂ. പിന്നെ റാം എന്ന് പറഞ്ഞാൽ 8GB പ്ലസ് 8GB ആണ് വരുന്നത്. റാം വരുന്നത് 2 8GB റാം വരുന്നുണ്ട്. 16GB റാം കാണുമെന്നാണ് പറയുന്നത്. കാരണം ഒരു അതിനകത്തൊരു 8+8 കൊടുക്കുന്നുണ്ട് റാം. അത് റോം ആയിട്ടാണോ കൺവേർട്ട് ചെയ്യുന്ന രീതിയിലാണോ അറിയത്തില്ല. പക്ഷെ ഇപ്പൊ 16GB റാം ആണ് വരാൻ പോകുന്നത്. അത്യാവശ്യം നല്ലൊരു സ്പെക്സ് ആണ് കണ്ടേക്കുന്നത്. പ്രോസസ്സർ ആവട്ടെ, ഡിസ്പ്ലേ സൂപ്പർ AMOLED ഡിസ്പ്ലേ, റിസൾട്ട്സ് കയറിയ ഡിസ്പ്ലേ ആയിരിക്കും വരാൻ പോകുന്നത്. അത് അത്യാവശ്യം മിഡ് റേഞ്ച് ഫോൺ അല്ലേ, ലോ മിഡ് റേഞ്ച് ഫോൺ എന്ന് പറയും. ഒരു 20,000 22 അതിൽ താഴെ വരാനാണ് ഞാൻ സാധിക്കുന്നത്. ബേസ് വേരിയന്റ് 8GB റാം തൊട്ട് ഒരു 16GB റാമിന്റെ വേരിയന്റ് വരെ കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു 256GB ഇന്റർണൽ സ്റ്റോറേജും കാണും. SD കാർഡ് ഇടാൻ പറ്റുന്ന രീതിയിലല്ല വരാൻ പോകുന്നത്. ചിലപ്പോൾ കാണും, പക്ഷെ കാണത്തില്ലെന്നാണ് എൻ്റെ ഒരു ഊഹം. പിന്നെ വരുന്നത് ഇവരെ കുറച്ച് ഹെഡ്സെറ്റ് വാച്ച് 2 Pro വരുന്നുണ്ട്. മറ്റേ വാച്ച് 2 Pro വരുമ്പോൾ നമുക്ക് അത്രത്തോളം എനിക്ക് സ്ക്വയർ ഷേപ്പ് ആയിരുന്നു. ഈ പ്രാവശ്യം വരാൻ പോകുന്നത് ഒരു റൗണ്ട് ഷേപ്പിലാണ് വരാൻ പോകുന്നത്. CMF നീന സൈഡിൽ എഴുതി ഒരു നല്ല രീതിയിലേക്ക് വരാവുന്നത്. അത്യാവശ്യം നല്ലൊരു വാച്ച് ആയിരുന്നു CMF 1 വാച്ച്. ഇത് വാച്ച് 2 വരാൻ പോകുമ്പോൾ എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നുന്നു. കാരണം നല്ല രീതിയിൽ AMOLED ഡിസ്പ്ലേ ഒക്കെ വെച്ചൊരു 3500 മറ്റേ വാച്ച് വിൽക്കുന്നത്. വാച്ച് വിൽക്കുന്നത് CMF വാച്ച് പ്രോ AMOLED കാണും, ഹാർട്ട് റേറ്റ് കാണും, ചിലപ്പോൾ ഈ ബ്ലഡ് പ്രഷർ മോണിറ്ററിങ് കാണും. ചിലപ്പോൾ നല്ലൊരു ഇതായിരിക്കും. CMFന്റെ OS ഏറ്റവും നല്ല OS ആയിരുന്നു. കാരണം വാച്ച് OSൽ ഏറ്റവും നല്ല OS. കോളിംഗ് ഫംഗ്ഷനാലിറ്റി കാണുമെന്ന് തോന്നുന്നില്ല. എന്നാലും ഒരു മിഡ് റേഞ്ചിൽ ഒരു ഫിറ്റ്നസ് ബാൻഡ് എന്ന രീതിയിൽ നോക്കാൻ നമുക്ക് പറ്റിയൊരു വാച്ച് ആയിരിക്കും വരാൻ പോകുന്നത്. കോളിംഗ് ഫംഗ്ഷനാലിറ്റി കാണത്തൊരു 4500 ആ റേറ്റിൽ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോഴത്തെ 3500 4500 റേഞ്ചിൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെ വാച്ച് 2 Proയിൽ വരുന്നത് ഫിസിക്കൽ ക്രൗൺ കാണാൻ സാധ്യതയുണ്ട്. റോളിംഗ് ക്രൗൺ അതിനകത്ത് കാണും. റൗണ്ട് ഷേപ്പിലായിരിക്കും. പിന്നെ സൂപ്പർ AMOLED ഡിസ്പ്ലേ, പിന്നെ ഒരു പലതരം കളേഴ്സിൽ സ്ട്രാപ്പ് കാണാൻ സാധ്യതയുണ്ട്. എന്താ ബേസിക്കലി ഫിറ്റ്നസ്സിൽ വരുന്ന എല്ലാ കാര്യങ്ങളും വാച്ചിൽ കാണും. എക്സ്ട്രാ ആയിട്ട് കോളിംഗ് ഫീച്ചർ കാണാൻ സാധ്യത കുറവാണ്. ഒരു സ്പീക്കർ കാണാൻ സാധ്യത കുറവായതുകൊണ്ട് കോളിംഗ് ഫീച്ചേഴ്സ് കാണത്തില്ല എന്ന് തോന്നുന്നു. ഒരു ഫിറ്റ്നസ് സെഗ്മെന്റ് മാത്രമായിട്ട് ഒരു ബഡ്ജറ്റ് വാച്ച് ഇറക്കാൻ പോകുന്നത്. പക്ഷെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇൻബിൽഡ് GPS എന്തായാലും കാണും. കാരണം വാച്ച് പ്രോയിലുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ലൊക്കേഷനൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് പറയാനായിട്ട് ഇത്രയൊക്കെ ഉള്ളൂ വാച്ചിൽ പറയാം. പിന്നെ CMF സൈഡിൽ ഇങ്ങനെ ഒരു ഫുള്ളി അലൂമിനിയം ആണ് വരുന്നത്. അലൂമിനിയം ബോഡിയാണ് വരാൻ പോകുന്നത്. വാച്ചിന്റെ ഫ്രെയിം മൊത്തം അലൂമിനിയം. അപ്പൊ എത്രത്തോളം നല്ലതായിരിക്കും. കളേഴ്സ് കണ്ടിട്ട് ഒരു നല്ല കളർ, മാക്ബുക്കിന്റെ ഒക്കെ പ്രോ പോലത്തെ ഒരു കളേഴ്സ് ആണ് വന്നേക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒരു ലൈറ്റ്
ഡാർക്ക് കളറാണ് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ലൊരു കളറായിട്ട് എനിക്ക് തോന്നുന്നു. ലീക്ക് ഇമേജിൽ നോക്കും, ലീക്ക് അല്ല, നമ്മൾ ഒഫീഷ്യൽ ഇമേജ് തന്നെയാണ്. ഒഫീഷ്യൽ ഇമേജിൽ നോക്കുമ്പോൾ നമുക്ക് പിന്നെ വരാൻ പോകുന്ന ഇവരുടെ ബഡ്സ് പ്രോ 2 എന്ന് പറഞ്ഞ ബഡ്സ് പ്രോ 2 വരാൻ പോകുന്നുണ്ട്. കഴിഞ്ഞ ഹെഡ്സെറ്റിനും 3000 രൂപ ഹെഡ്സെറ്റ് ആയിരുന്നു. ഈ പ്രാവശ്യം ഒരു 3500 ഒക്കെ വരാൻ സാധ്യതയുണ്ട്. 4000-നകത്ത് നിൽക്കുന്ന ഒരു ഹെഡ്സെറ്റ് ആണ് വരാൻ പോകുന്നത്. അത്യാവശ്യം നല്ല ഹെഡ്സെറ്റ് ആയിരിക്കും. കാരണം കഴിഞ്ഞ വട്ടത്തെ അത്യാവശ്യം നല്ലതായിരുന്നു, ബാസ് ഇച്ചിരി കൂടുതലായിരുന്നു. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ പോലും CMF എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്ന് നല്ലൊരു ഹെഡ്സെറ്റ് ആയിരുന്നു വന്നിരുന്നത്. ബിൽഡ് ക്വാളിറ്റി ആവട്ടെ, ഡിസൈൻ ആവട്ടെ, എല്ലാം കൊണ്ടും. ഹെഡ്സെറ്റിലുള്ള 11mm ഡ്രൈവർ ആയിരിക്കും വരാൻ പോകുന്നത്. ഡോൾബി അറ്റ്മോസ് ചിലപ്പോൾ കാണും. ഒരു 360 ഓഡിയോ കാണാൻ വഴിയുണ്ടോ എന്ന് അറിയത്തില്ല. കാരണം ഇത് 3000 മണ്ടയ്ക്കോട്ട് പോകുന്നതുകൊണ്ട് ചിലപ്പോൾ 360 ഓഡിയോ, ഡോൾബി അറ്റ്മോസ് എന്തായാലും കാണാൻ സാധ്യതയുണ്ട്. CMF-ന്റെ ആപ്പ് ഉണ്ട്. നത്തിങ്ങിന്റെ ഇയർബഡ് ആപ്പ് തന്നെയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്, CMF-ന് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല നമുക്ക് ഈക്വലൈസർ ഉണ്ട്. നമുക്ക് അതൊരു നല്ല കാര്യമാണ്. നമുക്ക് ഈക്വലൈസ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ബാസ് കൂടുതലാണെങ്കിൽ പോലും നമുക്കത് അറിയാവുന്നവർക്ക് ഈക്വലൈസ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു നല്ല കാര്യമായിട്ടും ബഡ്സ് പ്രോ വിജയമായിരുന്നു. ബഡ്സ് 2 പ്രോയും വിജയിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഹെഡ്സെറ്റ്, ഈ ഒരു ചാർജർ ഇതൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ നിന്നൊരു ഫോണിലോട്ട് വരുമ്പോൾ അവരെങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാൻ വരുമ്പോൾ. ഇത്രയേ പറയാനുള്ളൂ. ഫോൺ വരുമ്പോൾ നമുക്ക് കാണാം, നല്ലൊരു ബഡ്ജറ്റ് ഫോൺ ആയിരിക്കും വരാൻ പോകുന്നത്. മിക്കവാറും ചാർജിങ് സ്പീഡ് ഒരു 65 കാണാൻ സാധ്യതയുണ്ട്. ഇവരുടെ CMF-ന്റെ തന്നെ ചാർജർ ഉണ്ട്. അപ്പോൾ ഒരു 65 or 35 ചാർജിങ് സ്പീഡ് എന്തായാലും കാണും. നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം അത്രയൊക്കെ. എല്ലാം കൊണ്ടും മിക്കവാറും ഓറഞ്ച് മയമായിരിക്കും. ഇവരുടെ മെയിൻ കളർ എന്ന് പറഞ്ഞാൽ ഓറഞ്ച് ആണ്. ഓറഞ്ച് മയത്തിലായിരിക്കും ഇവർ വരാൻ പോകുന്നത് മിക്കവാറും. നമുക്ക് നോക്കാം എന്തൊക്കെയാന്ന്. നമുക്ക് 8-ാം തീയതി അറിയാം. 8-ാം തീയതി ഒരു 2:30 ആകുമ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ലൈവ് ചിലപ്പോൾ ഞാൻ ചെയ്യാം, പറ്റുമോ നോക്കാം. ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.